ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൻ്റെ 7th അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7th അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ഇൻ നേഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് 2025 എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രവേശനത്തിലുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതായത് 7th അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ തങ്ങളുടെ ഹോം പേജിൽ നിന്ന് പ്രിൻ്റ് എടുത്ത ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖകളിൽ ഹാജരാക്കി ഒക്ടോബർ 9 തന്നെ ടോക്കൺ ഫീസ് കൊടുത്ത് അലോട്ട്മെൻറ്റ് ഉറപ്പാക്കേണ്ടതാണ്. ഓൺലൈനായും ടോക്കൺ ഫീസ് അടയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഫീ പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ഹവറിനുള്ളിൽ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. എല്ലാവരും തന്നെ അത് ഡൗൺലോഡാക്കി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. കോളേജിൽ അഡ്മിഷനായിട്ട് പോകുമ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ടാണ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനായിട്ട് പറയുന്നത്. ഇനി നിങ്ങൾ ഫെഡറൽ ബാങ്ക് വഴിയാണ് ഈ ഒരു ടോക്കൺ ഫീസ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 24 ഹവേഴ്സിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്നത്. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഈ ഒരു നോട്ടീസിൽ അവർ പറയുന്നത് 6th അലോട്ട്മെൻറ്റിലൊക്കെ തന്നെ അഡ്മിഷൻ ലഭിച്ചിട്ടും അഡ്മിഷൻ കോളേജിൽ പോയി എടുക്കാത്തവർക്ക് ഇനി തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല എന്നാണ്. ഇനി നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 10 മുന്നേ ആയിട്ടാണ്. ഒക്ടോബർ 10 ശേഷം നിങ്ങൾക്ക് ആർക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ എല്ലാവരും തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കുറച്ചുകൂടി ടൈം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കി വെക്കുക. കോളേജിൽ പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം. എല്ലാം തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതേപോലെ തന്നെ ഫീസൊക്കെ തയ്യാറാക്കി വെക്കുക. ഒക്ടോബർ 10 തന്നെ നിങ്ങളെല്ലാവരും അഡ്മിഷൻ പോയി എടുക്കുക. എല്ലാ ഡോക്യുമെൻറ്റ്സും അതേപോലെ തന്നെ ഫീസും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെടാത്ത കോളേജാണ് കിട്ടിയെങ്കിൽ പോലും നിങ്ങൾ അഡ്മിഷൻ പോയി എടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്കിനി തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുത്തിരിക്കണം. അഡ്മിഷൻ എടുക്കാത്തൊരു കുട്ടിക്ക് ഇനിയും അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് ഇനി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. എല്ലാവരും തന്നെ കറക്റ്റ് ടൈമിന് തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി ടോക്കൺ ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ കയറിയതിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ആ ഒരു പേയ്മെൻറ്റ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിൽ 25,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് ടോക്കൺ ഫീസ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ SC/ST കാറ്റഗറി ഒക്കെ ആണെങ്കിൽ വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനാണെങ്കിൽ ഏകദേശം 23,000 റുപ്പീസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ ഫീസ് അടയ്ക്കേണ്ടതെന്ന് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സീറ്റ് ക്യാൻസലായി പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി 8th അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ 8th അലോട്ട്മെൻറ്റ് വരികയുള്ളൂ. ഇനി നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ LBS വെബ്സൈറ്റിൽ ആ ഒരു സൈഡിൽ കാണുന്ന 3 ലൈൻസ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ ഒരു കോഴ്സും അതേപോലെ തന്നെ ഏത് കോളേജാണോ വേണ്ടത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ കാര്യം നമുക്ക് ആ ഒരു ലിസ്റ്റിൽ
മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വേക്കൻസി സീറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് അലോട്ട്മെൻറ്റ്സ് ഉണ്ടാക്കുകയുള്ളൂ. അല്ല, നമുക്ക് വളരെ കുറച്ച് വേക്കൻസി സീറ്റ്സ് ആണുള്ളതെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്വയമായിട്ട് തന്നെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വേക്കൻസി സീറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് വേക്കൻസി സീറ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സീറ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ സീറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അലോട്ട്മെൻറ്റ് കാണില്ല, സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയവർ കറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കുക. ഒക്ടോബർ 10 തന്നെ കറക്റ്റായിട്ട് പോയി അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് കുറേ കൊണ്ടുപോകേണ്ടത്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഫീസും അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ആയിട്ട് നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സീറ്റ് റിജക്റ്റായി പോവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമല്ല. കുറച്ച് കോളേജസൊക്കെ 7th അലോട്ട്മെൻറ്റിൽ മാത്രം പങ്കെടുത്ത കോളേജസ് ഉണ്ട്. കാരണം നമുക്ക് ന്യൂലി ആഡഡ് കോളേജസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില കോളേജസിൽ 7th അലോട്ട്മെൻറ്റിൽ മാത്രമേ കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കോളേജൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു കോളേജിലൊക്കെ വേക്കൻസി സീറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനിയും അലോട്ട്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ വെക്കുമ്പോൾ നമ്മൾ വേക്കൻസി സീറ്റ്സ് ഒക്കെ നോക്കി കറക്റ്റായിട്ട് വെക്കുക. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും വേക്കൻസി സീറ്റ്സ് ഏതൊക്കെ കോളേജസിലാണ് ഉള്ളതെന്ന് നോക്കി വെക്കുക. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചും നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചും നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ട് ആ ഒരു കോളേജിലൊക്കെ വേക്കൻസി സീറ്റ്സ് ഉണ്ടോ എന്ന് നോക്കി വെക്കുക. കാരണം ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ നിങ്ങൾക്കിനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ വേക്കൻസി സീറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ മിക്ക കോളേജിലും ഫുൾ സീറ്റ്സും ഫില്ലായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫില്ലായിട്ടുള്ള കോളേജസാണ് എല്ലാം. ഇനിയും ചില കോളേജിലൊക്കെ ഫില്ലാവാത്ത കോളേജസും ഉണ്ടാവും. ആ കോളേജസൊക്കെ നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ ലഭിച്ചവരെല്ലാവരും തന്നെ അഡ്മിഷൻ കറക്റ്റായിട്ട് കോളേജിൽ ഒക്ടോബർ 10 തന്നെ പോയി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.